സഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെതിരെ ഹാസ്യാത്മകപരമായുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നതിൽ അല്പം കേമനാണ് PC വിഷ്ണുനാഥ്. സംസ്ഥാനം നമ്പർ 1 ആണ് എന്ന് സർക്കാർ അവകാശപ്പെടുകയും അതിൽ കോൺഗ്രസിൻ്റെ തന്നെ മുതിർന്ന നേതാവായ ശശി തരൂരടക്കമുള്ള ചിലർ പിന്താങ്ങുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യമുള്ളപ്പോൾ അതേ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ മന്ദിരത്തിലൊന്നായ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ സാധാരണ ജീവിതം നയിക്കുന്ന ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് PC വിഷ്ണുനാഥ് ഇന്നൊരു പ്രസംഗം കാഴ്ചവെക്കുകയുണ്ടായി. കേരളം നമ്പർ 1 ആണെന്ന് പറയുമ്പോഴും കേരളത്തിൽ പാലിക്കാതെ പോകുന്ന അല്ലെങ്കിൽ സർക്കാർ നടപ്പിലാക്കാതെ പോകുന്ന സാധാരണക്കാരുടെ ക്ഷേമ പദ്ധതികളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വളരെയധികം ഹാസ്യാത്മകപരമായി ആക്ഷേപഹാസ്യ രൂപേണയായിരുന്നു PC വിഷ്ണുനാഥിൻ്റെ പ്രസംഗം. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങൾ ആരാഞ്ഞുകൊണ്ടിട്ട പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ജീവിക്കാനാണ് ഈ സമരം, തുച്ഛവരുമാനക്കാരാണ് ആശാ വർക്കർമാർ, സംസ്ഥാനത്തിൻ്റെ ഓണറേറിയവും കേന്ദ്രത്തിൻ്റെ ഇൻസെൻറ്റീവും എല്ലാം കുടിശ്ശികയിലാണ്, പലരും രോഗികളും മറ്റു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമാണ്. എങ്കിലും പൊരിവെയിലത്ത് 11 ദിവസമായി അവർ സമരത്തിലാണ്. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കേഴ്സിൻ്റെ സമരസംഗമത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അദ്ദേഹം ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൻ്റെ അടിക്കുറിപ്പ്. സാധാരണക്കാരായവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇവരെ പരിഗണിക്കാതെ അവരുടെ ശമ്പളം നൽകാതെ ഏത് തരത്തിലാണ് കേരളം നമ്പർ 1 ആണെന്ന് പറയുന്നത്? ഒരു മിഥ്യാധാരണ ഉണ്ടാക്കി അത് ജനങ്ങളിലേക്ക് പറഞ്ഞു പരത്തുന്ന തന്ത്രപരമായ നീക്കം മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന തരത്തിലേക്കുള്ള വാദമായിരുന്നു PC വിഷ്ണുനാഥ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാ വർക്കർമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. കൂടാതെ അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കിടപ്പ് രോഗികളെ സഹായിക്കുന്നവർക്ക് നൽകുന്ന ശമ്പളമാണ് ആശ്വാസ് പദ്ധതിയിലൂടെയുള്ള 7000 രൂപ. എന്നാൽ അത് കാലങ്ങളായി കുടിശ്ശികയായി കിടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, 2018 മുതൽ പുതിയ അപേക്ഷകൾ സ്വീകരിക്കേണ്ട എന്ന തരത്തിലേക്കുള്ള ഒരു പുതിയ രീതി കൂടി സർക്കാർ എടുത്തിട്ടുണ്ട്. അതായത് നിലവിൽ സാധാരണക്കാരായ ജനങ്ങൾ ചെയ്യുന്ന ആശാ വർക്കർമാരെ പോലെയുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ ആശ്വാസ് പദ്ധതിയിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ പ്രവൃത്തികൾ അവയെല്ലാം തടയിടുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഖജനാവിലെ പണം മറ്റ് പല പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോഴും ബ്രൂവറി പോലെ ഒരു മദ്യശാലയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് സാമ്പത്തികപരമായി അതിൽ മുതൽ മുടക്കുമ്പോഴും എന്തുകൊണ്ടാണ് സാധാരണക്കാരൻ്റെ കണ്ണുനീർ കാണുവാൻ കഴിയുന്ന കരുത്തോ കാഴ്ചയോ സർക്കാരിനില്ല എന്ന ചോദ്യവും അവിടെ കാര്യമായ രീതിയിൽ തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ PC വിഷ്ണുനാഥ് സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ നടത്തിയ പ്രസംഗം കേൾക്കാം. ഇവിടെ ശ്രീ ജോസഫ് സി മാത്യു സൂചിപ്പിക്കുകയുണ്ടായി, ഈ സമരം ജീവിത സമരമാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് നിങ്ങൾ തോൽക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ തോൽക്കാൻ പറ്റില്ലെങ്കിൽ ഈ സമരത്തിനും നമുക്ക് തോൽക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ തോറ്റാല് നമ്മുടെ ജീവിതത്തിനും നമ്മൾ തോൽക്കാണ്. നഷ്ടപ്പെടാന് ഒരുപാടൊന്നുമില്ല. ഈ തുച്ഛമായ പോവുകയാണ്. ഇതിന്റെ പേരിലാണ് ഈ ഭീഷണി മുഴുവൻ. ഇവിടെ സമരത്തിലേക്ക് വരുന്ന ആളുകളുടെ വാഹനം തടഞ്ഞു നിർത്തുക, അവരെ ഭീഷണിപ്പെടുത്തി തിരിച്ചിറക്കിക്കൊണ്ടു പോവുക, സംഘബലം കാട്ടുക, മുഷ്ടിബലം കാട്ടുക, ഇതെല്ലാം ഈ 7000 രൂപയുടെ പേരിലാണ്. അല്ലാതെ ഒരുപാടൊക്കെ തന്നിട്ടല്ല. അപ്പൊ അതുകൊണ്ട് നഷ്ടപ്പെടാന് ഒരുപാടൊന്നുമില്ല, നേടിയെടുക്കാനാണെങ്കിൽ ഒരുപാട് ഉണ്ടാകും. സർക്കാരിന് ഒരു വലിയ രോഗം ബാധിച്ചിരിക്കുകയാണ്. ആ രോഗത്തിന്റെ പേര് നമ്പർ 1 രോഗം എന്നാണ്. ഈ നമ്പർ 1 രോഗത്തിന്റെ ഒരു പ്രശ്നം, ഇവർ ലോകത്തെ അല്ലെങ്കിൽ ഇവരുടെ ആളുകളെ അല്ലെങ്കിൽ സമൂഹത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ എല്ലാം ഭദ്രമാണ്, ഇവിടെ എല്ലാത്തിലും ഒന്നാമതാണ്. അപ്പോഴാണ് രാവിലെ സെക്രട്ടേറിയറ്റിലേക്ക് 65-70 കാറിന്റെ അകമ്പടിയോട് വരുമ്പോൾ കുറെ ആളുകൾ ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്നു. അത് അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. കാരണം ഇവിടെ എല്ലാം ഭദ്രമല്ലേ, ഇവിടെ നമ്പർ 1 അല്ലേ. ഈ നമ്പർ 1 ആയ കേരളത്തിൽ ആശാ വർക്കർമാർ സമരം ചെയ്യാൻ പാടുണ്ടോ? അതാ പ്രശ്നം. നമ്പർ 1 രോഗം പിടിപെട്ടാലുള്ള പ്രശ്നമാണിത്. ഞാൻ നിയമസഭയിൽ ഈ ആശാ വർക്കർമാരുടെ പ്രശ്നം 3 തവണയെങ്കിലും പറഞ്ഞത് അവതരിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അവതരിപ്പിച്ചിട്ടുള്ളവരാണ്.
അതുകൊണ്ട് ഈ സമരം തുടങ്ങിയ ദിവസമാണ് ഞാൻ ഇവിടെ വന്നത്. നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ കേരളത്തിന്റെ മിനിമം കൂലി 700 രൂപ. ആ 700 രൂപ ദിവസം വെച്ച് 21,000 രൂപ ശമ്പളം നൽകണമെന്ന ഏറ്റവും ന്യായമായ ആവശ്യമാണ്. ഒരു തൊഴിലാളി പക്ഷ സർക്കാരാണെന്ന് അവകാശപ്പെടുന്നവർക്ക് മിനിമം കൂലി ചോദിക്കുന്ന സമരം ഇവിടെ ജോസഫ് സി മാത്യു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനാവശ്യ സമരമാണ്, ആട്ടിത്തളിച്ച് കൊണ്ടുവരുന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ അധിക്ഷേപിക്കാൻ പാടില്ല. ഇവിടെ വിളംബരം കാര്യം പ്രസംഗിക്കുന്നിടത്ത് ടി വി കൂടെ കണ്ടു. ആശാക്കാരുടെ തന്നെയാണ് അത് ഇവിടെ വെല്ലുവിളിക്കുകയാണ്. ആരെന്നറിയോ? പിണറായി വിജയനല്ല, വീണാ ജോർജിനെയല്ല, JPHന്റെ കാര്യവട്ടം. JPH ഉത്തരവാദി സജി, സജി. അപ്പൊ ഇത് കുറെ ആളുകളെ കൊണ്ടുവന്ന് കബളിപ്പിക്കുകയാണ്. അപ്പൊ യഥാർത്ഥ പ്രശ്നങ്ങൾ അറിയാവുന്നവർ, അതിനെ അവതരിപ്പിക്കേണ്ടവർ, അതിന് സമർപ്പണത്തോടെ പ്രവർത്തിക്കുന്നവർ, ആ മേഖലയുമായി ബന്ധപ്പെട്ടവർ സമരവുമായി രംഗത്ത് വരുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകും. അസ്വസ്ഥത നമുക്ക് കാണുന്ന പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സമരം ന്യായമായ സമരമാണ്. തീർച്ചയായും ഈ സമരം വിജയിച്ച് മാത്രം അവസാനിക്കാൻ കഴിയുന്ന സമരമാണ്. കാരണം ഞാൻ ആവർത്തിക്കുന്നു, വിജീവ സമരമാണ്. ഈ സമരത്തോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. ഇതിലൂടെ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. വിമർശനങ്ങളിൽ നിന്ന് വിമർശനങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ് സർക്കാർ. സാധാരണക്കാരൻ്റെ കണ്ണുനീരിൻ്റെ വ്യാപ്തി അറിയാതെ പോവുകയാണ് ഈ സർക്കാർ. രണ്ടാം പിണറായി സർക്കാർ പ്രത്യേകിച്ചും ഏകാധിപത്യത്തിൻ്റെ സ്വരം അങ്ങനെ മുഴങ്ങി നിൽക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി മുൻപോട്ട് തിരുത്തിപ്പോകുവാൻ കഴിഞ്ഞില്ല എങ്കിൽ വലിയ തിരിച്ചടിയിലേക്ക് സർക്കാർ പോകും എന്ന മാധ്യമങ്ങൾ മാത്രമല്ല പൊതുജനവും ഇപ്പോൾ പരസ്യമായി പറയുന്നുണ്ട്. അത് കേൾക്കുവാനുള്ള തിരിച്ചറിവ് ഇടതുപക്ഷത്തിനോ സർക്കാരിനോ ഇല്ല എങ്കിൽ ബംഗാളിനേക്കാൾ തീവ്രമായ ഒരു അവസ്ഥയിലേക്ക് ഇടതുപക്ഷം കൂപ്പുകുത്തി വീഴും. അതും ഈ ജനാധിപത്യ 100% ലിറ്ററേസി ഉള്ള കേരളത്തിൽ.